ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. സോ നീറ്റ് 2025 എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ കുറേ കുട്ടികളാണെങ്കിൽ കൺഫ്യൂഷനാണ്, ഓൺലൈൻ ചൂസ് ചെയ്യണമോ ഓഫ്ലൈൻ ചൂസ് ചെയ്യണമോ. സോ ഓൺലൈൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കംഫോർട്ട് സോണിൽ ഇത് പഠിക്കാൻ കഴിയും. വീടാണെങ്കിൽ വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്കത് പഠിക്കാൻ കഴിയും. രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്തിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കാണെങ്കിൽ കണ്ട വീഡിയോ ലെക്ചേഴ്സ് ആണെങ്കിൽ വീണ്ടും ആണെങ്കിൽ റിവൈസ് ചെയ്ത് കാണാൻ കഴിയും. അതുപോലെ ആണെങ്കിൽ ഒരു നല്ല രീതിയിലാണെങ്കിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓൺലൈനിൽ കഴിയും, തീർച്ചയായിട്ടും കഴിയും. അത് നമുക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ ബാച്ചസ് ഒക്കെ ആണെങ്കിൽ ചെറിയ ക്ലാസ് തൊട്ടേ, അതായത് 10th തൊട്ടേ ആണെങ്കിൽ നിങ്ങൾ കണ്ടു പരിചയിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓൺലൈനിൻ്റെ മേന്മകളെ പറ്റി. ഇനി ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ കാരണം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. നിങ്ങളെ ആണെങ്കിൽ ഉറപ്പായും അത് ചുറ്റുപാടുമുള്ള ആൾക്കാർ പഠിക്കുന്ന കാണുമ്പോൾ, ചുറ്റുപാടുമുള്ള കുട്ടികൾ പഠിക്കുന്ന കാണുമ്പോൾ ഉറപ്പായിട്ട് നമ്മളും പഠിച്ചു പോകും, അല്ലേ? അല്ലെങ്കിൽ നമ്മളെ പഠിക്കാനായിട്ടാണെങ്കിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ചുറ്റും ഉണ്ടായത് കൊണ്ടാണെങ്കിൽ നമ്മൾ തനിയെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഫ്ലോയിലേക്ക് പതുക്കെ വരുന്നത് കൊണ്ട് പല കുട്ടികളും ചൂസ് ചെയ്യുന്നത് ഓഫ്ലൈനുമാണ്. ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഓൺലൈൻ പ്രിപ്പറേഷൻ ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് സ്ട്രാറ്റജിയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. നോക്കൂ മക്കളെ, നോക്കടാ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഓൺലൈനിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമും ചൂസ് ചെയ്തോ, ഏത് ലേണിംഗ് ആപ്പും ചൂസ് ചെയ്തോ, പക്ഷേ നിങ്ങൾ ഏത് ലേണിംഗ് ആപ്പും ചൂസ് ചെയ്താലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. ഒന്ന്, നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണം. അതായത് നിങ്ങളുടെ ഇയർ ലോങ് സ്ട്രാറ്റജി, എന്നാണ് എൻ്റെ എൻറ്റയർ ടോപ്പിക്ക് എന്ന് കവർ ചെയ്യാൻ കഴിയും, എന്ന് കംപ്ലീറ്റ് ആകും എന്നൊരു ഡെഡ് ലൈൻ നമ്മുടെ മുന്നിൽ വേണം. ഒരു ഗോളും ഇല്ലാതെ നമുക്ക് ഒരിക്കലും പഠിച്ചു തുടങ്ങാൻ പറ്റത്തില്ല. അതായത് നമുക്കറിയാം, നീറ്റ് 2025 എക്സാമാണ് നമ്മൾ എഴുതാൻ പോണത്. നമുക്ക് മെയ് മാസം ഉണ്ടാകുന്ന ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. സോ അതിനൊരു 3 മാസം മുന്നേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുൾ എൻറ്റയർ സിലബസ് ആണെങ്കിൽ കവർ ചെയ്യണം, നമ്മുടെ റിവിഷൻ കവർ ചെയ്യണം. പിന്നെയുള്ള 3 മാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ഉള്ള ടോപ്പിക് എല്ലാം നമ്മുടെ കയ്യിൽ വളരെ സ്ട്രോങ് ആയ കോൺസെപ്റ്റ് കയ്യിൽ കാണണം. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. അതിനുവേണ്ടി നമുക്കൊരു ഗോൾ വേണം. നമ്മുടെ ഡെഡ് ലൈൻ എന്നാണ് നമ്മുടെ എൻറ്റയർ ടോപ്പിക്ക്, നമ്മുടെ എൻറ്റയർ റിവിഷൻസ് ആണെങ്കിൽ കംപ്ലീറ്റ് ആകുന്നതെന്ന ഒരു ഡെഡ് ലൈൻ നമുക്ക് വേണം. സോ ടെല്ലയാണെങ്കിൽ ഇവിടെ ഡെഡ് ലൈൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനുവരി 19th ആണ്. ജനുവരി 19th നമ്മളെയാണെങ്കിൽ എൻറ്റയർ ടോപ്പിക് നമ്മൾ കവർ ചെയ്യും. സോ അങ്ങനെ ഒരു വെൽ സ്ട്രക്ചേർഡ് സ്ട്രാറ്റജിയാണ് ടെല്ല ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെയാണെങ്കിൽ ഈ ഇയർ ലോങ് സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ ചെറിയ പാർട്ടായിട്ട് മുറിക്കണം. സോ മന്ത്ലി നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഒരു മാസം നിങ്ങൾ എന്തെല്ലാം ടോപ്പിക് കവർ ചെയ്യും, നിങ്ങൾ എന്തെല്ലാം കാര്യം റിവേഴ്സ് ചെയ്യും. നമുക്കറിയാം, ഏത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ ഓക്കെയാണ്, പക്ഷേ പഠിച്ച കാര്യം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളെല്ലാവരും മറന്നു പോകും. ഈ പഠിച്ച കാര്യങ്ങൾ കുറേ കഴിയുമ്പോൾ നമ്മളെല്ലാ ആൾക്കാരും മറന്നു പോകും. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടി കൃത്യമായ സ്ലോട്ട് കൊടുക്കണം. നമ്മുടെ ഒരു സ്ട്രാറ്റജിയിൽ കൃത്യമായ സ്ലോട്ട് റിവിഷന് വേണ്ടി കൊടുക്കണം. ആ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ, ഒരു ഫാക്കൽറ്റി നിങ്ങളെ കൂടി ഇരുത്തി എന്ത് ചെയ്യണം, ആ റിവൈസ് ചെയ്തു തരണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു കൃത്യമായിട്ടാണെങ്കിൽ റിവിഷൻ ഓക്കെ ആവത്തുള്ളൂ. അല്ല, റിവിഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും എന്ത് ചെയ്തില്ല, കൃത്യമായി റിവിഷൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് കൂടിയാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, റിവിഷൻ ചെയ്യണം. സോ അതിന് കൃത്യമായ ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കണം. ഇവിടെയാണെങ്കിൽ നമ്മുടെ ടെല്ലയാണെങ്കിൽ ഇയർലി സ്കെഡ്യൂളിനെ ആണെങ്കിൽ ചെറിയ പാർട്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? മന്ത്ലി, വീക്ക്ലി, ഡെയിലി ടാസ്കുകളായിട്ട് മുറിച്ചിട്ടുണ്ട്. അതായത് ഒരു മാസം എന്തെല്ലാം പഠിക്കണം, ഒരു ആഴ്ച എന്തെല്ലാം പഠിക്കണം, ഒരു ദിവസം ഏതെല്ലാം വീഡിയോസ് കാണണം, ഏതെല്ലാം DPP ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ട് മെൻറ്റേഴ്സ് നിങ്ങളെ വിളിക്കുകയും, അല്ലെങ്കിൽ ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി നിങ്ങളെ വിളിക്കുകയും എന്നിട്ട് ചോദിക്കും, മക്കളെ എന്തുകൊണ്ടാണ് ആ DPP ചെയ്യാഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് തെറ്റിച്ചത്. അങ്ങനെ ഫാക്കൽറ്റിയുടെ ഒരു ഫുൾ സപ്പോർട്ട് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കഴിയണം. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം. ഓരോ ദിവസവും നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. ആ മോണിറ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അതാത് ഫാക്കൽറ്റീസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിളിച്ച് ചോദിക്കണം. എന്ത് മക്കളെ, ഇത് തെറ്റിപ്പോകാൻ കാരണം എന്താടാ, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആൻസർ ഇങ്ങനെ തെറ്റിപ്പോകാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വീഡിയോ കാണാഞ്ഞത്. സോ നിങ്ങളുടെ സ്കെഡ്യൂൾ നിങ്ങൾ പിന്നിലായി പോയല്ലോ, നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈവ് എടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ വീണ്ടും ആണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, പഴയ സ്കെഡ്യൂളിലേക്ക്, ആ സ്ട്രീമിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു ടീം നിങ്ങളുടെ കൂടെ എപ്പോഴും കാണണം. ഈ നിങ്ങൾ ലേണിംഗ് ആപ്പ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം. എന്താണ്? നമ്മളുടെ
ഈ ഒരു ഗോളിനെ സെറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഓക്കെ, അതുപോലെയാണെങ്കിൽ റിവിഷൻസ് എല്ലാ ആഴ്ചയും ടെലി ആണെങ്കിൽ എല്ലാ ആഴ്ചയും ആണെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും റിവിഷൻ ക്ലാസ്സസ് നടത്തുന്നു. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ടെലിയുടെ ടൈം സ്കെഡ്യൂൾ ഇങ്ങനെയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ, കെമിസ്ട്രി ഒരു ചാപ്റ്റർ, ബയോളജി ഒരു ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കൊണ്ട് പഠിച്ചു തീർക്കും. അതായത് ദിവസങ്ങളിലാണെങ്കിൽ പഠിച്ച ആ ഒരു ചാപ്റ്ററിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച ടോപ്പിക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ DPP ചെയ്യും. DPPയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതാത് ഫാക്കൽറ്റീനെ വിളിച്ച് ചോദിക്കും. ഇനിയാണെങ്കിൽ വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ആഴ്ച എന്തൊക്കെയാണോ പഠിച്ചത് അതിൻ്റെ റിവിഷൻ, അതായത് 300+ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫാക്കൽറ്റീസ് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊപ്പം ഇരുന്ന് എന്ത് ചെയ്യാം, 300-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ച ചെയ്യാൻ കഴിയും. ഇനിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച വൈകുന്നേരമാണെങ്കിൽ നിങ്ങൾക്ക് മൈനർ ടെസ്റ്റ് 720 മാർക്കിൻ്റെ നീറ്റ് മോഡൽ മൈനർ ടെസ്റ്റ്, അതായത് എല്ലാ ശനിയാഴ്ചയും ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും ആ ആഴ്ച പഠിച്ചതിൻ്റെ മൈനർ ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഞായറാഴ്ചയാണെങ്കിൽ അതുവരെ ഏതെല്ലാം ആഴ്ചകൾ ഉണ്ടായിരുന്നോ ആ ആഴ്ചകളിൽ എല്ലാം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സൺഡേസിൽ മേജർ ടെസ്റ്റ് ആയിട്ട് നടത്തും. സോ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞു. അടുത്ത മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ഒരു എൻറ്റയർ വീക്ക് ആണെങ്കിൽ നമ്മൾ റിവിഷൻ വേണ്ടി മാറ്റിവെക്കും. കഴിഞ്ഞ മാസം എന്താണോ പഠിച്ചത് അത് മുഴുവനാണെങ്കിൽ അടുത്ത മാസത്തിന്റെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ റിവിഷനായിട്ട് കണ്ടക്ട് ചെയ്യും. ഓരോ റിവിഷൻ ഡേയിലും, അതായത് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ 7 ദിവസങ്ങളിലെ ഓരോ റിവിഷൻ ഡേയിലും നമുക്ക് എക്സാംസ് ഉണ്ട്, റിവിഷൻ എക്സാംസ് ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതാത് ഫാക്കൽറ്റീസ് ആണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ചോദിക്കുകയും ചെയ്യാം. ഫാക്കൽറ്റീസിൻ്റെ ആണെങ്കിൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ കാണും, നിങ്ങൾക്ക് അവരെ വിളിച്ച് സംശയം ചോദിക്കാൻ കഴിയും. സോ നിങ്ങളാണെങ്കിൽ ഉറപ്പ് വരുത്തണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഇത്തരം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ മക്കളെ, അടുത്തതാണ് സെലക്ടിങ് ദ ബെസ്റ്റ് ക്ലാസ്സസ്. നിങ്ങൾക്കറിയാം ക്ലാസ്സസ് യൂട്യൂബിലും കിട്ടും, പക്ഷേ ആണെങ്കിൽ കോൺസെപ്റ്റ് വൈസ് ക്ലാസ്സസ്, അതായത് ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണ്, ആ കോൺസെപ്റ്റിൽ നിന്ന് എന്തെല്ലാം വെറൈറ്റി കാര്യങ്ങൾ ചോദിക്കാമോ അതെല്ലാം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫാക്കൽറ്റി ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ 42-ാം സെക്കൻഡിൽ ഡൗട്ട് വന്നു, ഉടനെ ആസ്ക് എ ഡൗട്ട് എന്ന ഓപ്ഷൻ ഞെക്കി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോയടാ, നിങ്ങൾ ഫാക്കൽറ്റീസിൻ്റെ ആ ചാറ്റ് ബോക്സിലേക്ക് പോയി. നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം, സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം. ഉടനെയാണെങ്കിൽ ഫാക്കൽറ്റി ഇൻസ്റ്റന്റേനിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഇൻസ്റ്റന്റിലാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി തരും. അതിന് കാരണം എന്താണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു തരും. 2 ആഴ്ച കഴിഞ്ഞിട്ടല്ല പറഞ്ഞു തരുന്നത്, ആ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു തരും. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആകും, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലേണിംഗ് ആപ്പ് ഈ ഒരു ഫെസിലിറ്റി തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അതുപോലെയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതെല്ലാം കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. നമ്മൾ എല്ലാം ഓരോ കോൺസെപ്റ്റ് ബേസിലും ധാരാളം കോഴ്സസ് ചെയ്യിച്ച് ആ കോൺസെപ്റ്റ് നിങ്ങളെ തറവാക്കി മനസ്സിലാക്കി തരുന്ന ഓരോ ക്ലാസ്സുകളായിരിക്കും. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് സാർ ചെയ്യുന്നതെങ്കിൽ 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും അതാ ടോപ്പിക്കിലെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ വെൽ പ്രിപ്പയർഡ് അല്ലെങ്കിൽ സ്കെഡ്യൂൾഡ് DPP ആയിരിക്കും നമുക്ക് തരുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പ്രാക്ടീസ് പ്രോബ്ലംസ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് കാണും. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫാക്കൽറ്റിയെ ബന്ധപ്പെടാൻ കഴിയും. സോ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ലേണിംഗ് ആപ്പ് ആണെങ്കിൽ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലേണിംഗ് ആപ്പ് ആണെങ്കിൽ, ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഡൗട്ട് ക്ലിയറൻസ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ, നിങ്ങൾക്കാണെങ്കിൽ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്, ക്ലാസ്സസ് എവിടെയും കിട്ടും മക്കളെ, യൂട്യൂബിലും കിട്ടുപെടാം. ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിലും കാണാൻ കഴിയും. പക്ഷേ അവിടെ ഇല്ലാത്ത എന്താണ് ഒരു കുട്ടി അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഡൗട്ടാണ്. ഉറപ്പായും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് തോന്നും. ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്യാൻ ഒരു ഫാക്കൽറ്റി നിങ്ങളുടെ കൂടെ വേണം 24/7. അതിപ്പം രാത്രി 11 മണിക്കാണ് സംശയം തോന്നി, നിങ്ങൾക്ക് ഫാക്കൽറ്റിയെ ബന്ധപ്പെടാം, നിങ്ങൾക്ക് ചോദിക്കാം, സാർ ഇതിന് പ്രശ്നമുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്കൽറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരണം. സോ നിങ്ങൾ ലേണിംഗ് പ്ലാറ്റ്ഫോം ഈ കാര്യം ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കാണെങ്കിൽ 2 ദിവസം നിങ്ങൾക്ക് DPP ചെയ്തില്ല, നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
അപ്പോൾ DPP നിങ്ങൾ എന്തെങ്കിലും പിഴവ് വരുത്തി, നിങ്ങൾ DPPയിലെ മാർക്ക് കുറവാണ്, നിങ്ങളുടെ മെന്റർ, നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന്, നിങ്ങൾ ലേണിംഗ് ആപ്പിൽ നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സോ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടെല്ല എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ടെല്ലയിലെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നിങ്ങൾ DPP സ്കിപ്പ് ചെയ്യുകയാണ്, 2-3 ദിവസം DPP സ്കിപ്പ് ചെയ്യുകയാണ്, ഉറപ്പായും ഫാക്കൽറ്റി നിങ്ങളെ വിളിച്ച് ചോദിക്കും, എന്താ മക്കളെ പ്രശ്നം, എവിടെയാണ് നിങ്ങൾ കുഴപ്പം പറ്റിപ്പോയത്, നമുക്ക് ലൈവായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമോ, ഗൂഗിൾ മീറ്റിൽ ഒന്ന് പറഞ്ഞു തരണമോ, സൂം മീറ്റ് എടുക്കണമോ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ സൂം മീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ആണെങ്കിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും നിങ്ങളെ ആണെങ്കിൽ ആ പഴയ സ്ട്രാറ്റജിയിലേക്ക്, പഴയ സ്കെഡ്യൂളിലേക്ക് മടക്കി കൊണ്ടുപോകാൻ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്, ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ലേണിംഗ് ആപ്സ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലേണിംഗ് ആപ്പുകൾ ഇതൊക്കെ നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളാണെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയി പോയി, അതായത് നിങ്ങൾക്കാണെങ്കിൽ പ്രശ്നം വന്നുപോയി, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം വന്നുപോയി, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയുന്നില്ല. സോ നിങ്ങളുടെ മെന്റേഴ്സ് ആണെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ആണെങ്കിൽ, നിങ്ങളുടെ ആപ്പിൻ്റെ സപ്പോർട്ടിംഗ് ടീം ആണെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങളെ പ്രശ്നം പരിഹരിച്ച് വീണ്ടും നിങ്ങളെ സ്ട്രീമിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സോ ഇതെല്ലാം ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം തരുന്നുവെങ്കിൽ ധൈര്യമായിട്ട് ആ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം ടെല്ല നിങ്ങളുടെ ഓപ്ഷനാണ്. ഇതെല്ലാം ടെല്ല പ്രൊവൈഡ് ചെയ്യും. മാസം 1999 രൂപ, 199, 1999 രൂപയ്ക്ക് ടെല്ല ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും ഓരോ മാസവും. മോക്ക് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഓൺലൈൻ അതുപോലെ ഓഫ്ലൈൻ, നമുക്ക് 2 രീതിയിലും ടെസ്റ്റ് നടത്താൻ കഴിയും. ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്, എല്ലാ ആഴ്ചയും ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ഓഫ്ലൈൻ ടെസ്റ്റ് ആണെങ്കിൽ ടെല്ലയുടെ സെലക്റ്റീവ് സെന്റേഴ്സിൽ ഓഫ്ലൈൻ ടെസ്റ്റും കണ്ടക്ട് ചെയ്യും. സോ എല്ലാ ആഴ്ചയും എന്തുണ്ട് മക്കളെ, ടെസ്റ്റ് ഉണ്ട്. നീറ്റിൻ്റെ മോഡൽ 720 മാർക്സിൻ്റെ ആണെങ്കിൽ മൈനർ ടെസ്റ്റും മേജർ ടെസ്റ്റും ഉണ്ട്, എല്ലാ ആഴ്ചയും ഉണ്ട്. നീറ്റിൻ്റെ ആ ഒരു വീക്ക് വരെ, നീറ്റ് എക്സാമിനേഷൻ ആ ഒരു വീക്ക് വരെ എല്ലാ ആഴ്ചയും നമുക്ക് സിസ്റ്റമാറ്റിക്കായ ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് ടെസ്റ്റ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഒരു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടെല്ലയാണ്. സോ ജോയിൻ ടെല്ല.